ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ 27-ന് തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി 2898 AD. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയുടെ 28 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ 1000 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നിലവിൽ ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. ഇത് സംബന്ധമായി ഔദ്യോഗിക പോസ്റ്റർ അണിയറ പ്രവർത്തകർ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രം 1000 കോടി ക്ലബിൽ എത്തപ്പെട്ടത്. നിലവിൽ കേരളത്തിൽ ഈ ചിത്രം 27 ദിവസം കൊണ്ട് 30,72 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 28-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 12 ലക്ഷത്തോളം രൂപയാണ്. നിലവിൽ 30,84 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ 28 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. കേരള വിതരണാവകാശം സ്വന്തമാക്കിയ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന് ഈ സിനിമ വമ്പൻ ലാഭമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രം 27 ദിവസം കൊണ്ട് 1007,50,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 28-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ 1010 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. 1000 കോടിക്ക് ശേഷമുള്ള ഈ സിനിമയുടെ ഔദ്യോഗിക പോസ്റ്റർ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നിലവിൽ 1100 കോടിക്ക് മുകളിൽ കളക്ഷനാണ് കൽക്കി 2898 AD എന്ന സിനിമ ആധികാരികമായി നേടിയെടുക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ 12-ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് ഇന്ത്യൻ 2. ബിലോ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമയുടെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിരുന്നത് ഗോകുലം മൂവീസ് ആണ്. ഗോകുലം മൂവീസ് 8 കോടി രൂപയ്ക്ക് ഈ ചിത്രത്തിന്റെ കേരള വിതരണാവകാശം സ്വന്തമാക്കി എന്ന വാർത്തയാണ് നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിൽ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഗോകുലം മൂവീസ് വിതരണം ഏറ്റെടുത്തത്. സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ അനുസരിച്ച് ഗോകുലം മൂവീസിന് കമ്മീഷൻ നൽകുന്ന വ്യവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഗോകുലം മൂവീസിന് യാതൊരുവിധ കൈനഷ്ടവും സംഭവിച്ചിട്ടില്ല. നിലവിൽ 5,85,00,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ത്യൻ 2 എന്ന സിനിമ 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നിലവിൽ നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ 52 കോടിക്ക് മുകളിലെത്തിയിട്ടുമുണ്ട്. അതേസമയം 250 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 170 കോടി രൂപയ്ക്കാണ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. നിലവിൽ 340 കോടി രൂപ തിയേറ്റർ കളക്ഷനായി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ചിത്രം തിയേറ്റർ വിജയമായി മാറുകയുള്ളൂ. അതേസമയം ഗോകുലം ഗോപാലന്റെ ഗോകുലം മൂവീസ് ഒട്ടനവധി തമിഴ് ചിത്രങ്ങളുടെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ്. സൂര്യ നായകനായി ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവ എന്ന സിനിമയുടെ കേരള വിതരണാവകാശവും നിലവിൽ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗോകുലം മൂവീസ് കങ്കുവ എന്ന സിനിമയുടെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയത് 7 കോടിയോളം രൂപയ്ക്കാണ്. നിലവിൽ 2024 ഒക്ടോബർ 10-നാണ് കങ്കുവ എന്ന സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗോകുലം മൂവീസ് കേരള വിതരണാവകാശം ഏറ്റെടുത്ത മറ്റൊരു സിനിമ പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനാകുന്ന തങ്കലാനാണ്. ഈ സിനിമ ആഗസ്റ്റ് 15-നാണ് തിയേറ്ററിലെത്തുന്നത്. 180 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ എത്ര കോടി രൂപയ്ക്കാണ് വിതരണാവകാശം ഗോകുലം മൂവീസ് സ്വന്തമാക്കിയത് എന്ന വിവരം പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ മാസം അതായത് ജൂലൈ 26-ന് തിയേറ്ററിലെത്തുന്ന ധനുഷ് നായകനായി സംവിധാനം ചെയ്യുന്ന രായൻ എന്ന സിനിമയുടെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയതും ഗോകുലം മൂവീസ് തന്നെയാണ്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ എസ്.ജെ. സൂര്യ, കാളിദാസ് ജയറാം, പ്രകാശ് രാജ്, അപർണ ബാലമുരളി, തുഷാര വിജയൻ, വരലക്ഷ്മി, ശരത് കുമാർ എന്നിങ്ങനെ നല്ല താരനിര അണിനിരന്നിട്ടുണ്ട്. ഇനി രായൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് രാത്രി 8 മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം ലോകമെമ്പാടുമായി 5 കോടിയോളം രൂപ പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 3,10,00,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ. ആഗസ്റ്റ് 15-ന് റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു തമിഴ് സിനിമ ഡെമോണ്ടി കോളനി 2 ആണ്. അജയ് ജ്ഞാനമുത്തു രചനയും സംവിധാനവും നിർവഹിച്ച ഡെമോണ്ടി കോളനി 2-വിൽ അരുൾനദി, പ്രിയ ഭവാനി ശങ്കർ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 2015-ൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ഡിമോണ്ടി കോളനി എന്ന ഹൊറർ ത്രില്ലർ സിനിമയുടെ 2ാം ഭാഗമാണ് ആഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തുന്ന ഡിമോണ്ടി കോളനി 2. PS വിനോദരാജ് സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയായ കോട്ടുകാളിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൂരി, അന്നാബൻ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ ആഗസ്റ്റ് 23-ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നതാണ്. SK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശിവ കാർത്തികേയനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത മദ്രാസുകാരൻ എന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ മുമ്പ് പുറത്തിറങ്ങിയ ഈ ടീസറിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട്. മലയാളി താരം ഷെയ്ം നിഗത്തിന്റെ തമിഴിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയാണ് മദ്രാസുകാരൻ. നിഹാരിക കോനിഡേല, ഐശ്വര്യ ദുത്ത, കലൈയരശൻ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. അമർ കൗശിക് സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് സ്ത്രീ 2. ഈ സിനിമയും ആഗസ്റ്റ് 15-നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. 2018-ൽ തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത ഹൊറർ കോമഡി ത്രില്ലർ സിനിമയായ സ്ത്രീയുടെ 2ാം ഭാഗം കൂടിയാണ് സ്ത്രീ 2. ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു, പങ്കജ് ത്രിപാഠി, അഭിഷേക് ബാനർജി, അപർ ശക്തി ഖുറാന എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. വിക്കി കൗശൽ നായകനായി ആനന്ദ് തിവാരി സംവിധാനം ചെയ്ത് ജൂലൈ 19-ന് തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് ബാഡ് ന്യൂസ്. ചിത്രത്തിന്റെ 5 ദിവസത്തെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചിത്രം 5 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 38 കോടി 17 ലക്ഷവും ഗ്രോസ് കളക്ഷനായി 45 കോടി 30 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്.
5 ദിവസം കൊണ്ട് ഓവർസീസ് കളക്ഷനായി മാത്രം 22 കോടി രൂപ ഈ ചിത്രം സ്വന്തമാക്കി. അങ്ങനെ 67 കോടി 30 ലക്ഷം രൂപയാണ് ഈ ചിത്രം 5 ദിവസം കൊണ്ട് നേടിയെടുത്തത്. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 6 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. 73 കോടി രൂപയാണ് ഈ ചിത്രം 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച കിൽ എന്ന ബോളിവുഡ് സിനിമയാണ് നിലവിൽ വമ്പൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ. ഇന്ന് ബുധനാഴ്ചയോടെ കേരളത്തിൽ 20 ദിവസം പിന്നിടുന്ന ഈ സിനിമ ഏകദേശം 2 കോടി 75 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 19 ദിവസം കൊണ്ട് 21 കോടി 55 ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയത്. 19 ദിവസത്തെ ഈ ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 25 കോടി 60 ലക്ഷം രൂപയുമാണ്. 19 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 18 കോടി 50 ലക്ഷം രൂപയാണ്. 44 കോടി 10 ലക്ഷം രൂപ 19 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയ ഈ സിനിമ 20-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 40 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. അപ്പോൾ 20 ദിവസം കൊണ്ട് 44 കോടി 50 ലക്ഷം രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.